ഹലോ, ഹലോ ഗൈസ്. അപ്പോൾ ഞങ്ങള് ഒക്ടോബർ ഫാം ആണ്. ഞാൻ ഗോപിക. ഞാൻ കാർത്തിക്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. അതെ, തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം, പൊറുക്കണം. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്കൊരു പേജ് ഉണ്ട്. അപ്പോൾ അതിൽ ഇട്ടൊരു പോൾ പ്രകാരം ഞങ്ങളുടെ കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു, അല്ലാതെയും കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു. അപ്പം ആദ്യം ഞങ്ങൾ ആരാണ്, ഞങ്ങൾ എന്താണ് എന്നൊക്കെ ഉള്ളത് പറയാം. ഞങ്ങള് സ്വദേശം തിരുവനന്തപുരമാണ്. ഞാൻ കൊട്ടാരക്കരയാണ്, ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, MSc ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജർമ്മനിയിൽ വന്നത്. ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെയാണ്, ഒരു മോളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജർമ്മനിയിലാണിപ്പോൾ. ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷമാവുന്നു, 3.5 വർഷമായി. അപ്പോൾ അങ്ങനെ പോകുന്നു. വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റഡീസ് കംപ്ലീറ്റ് ആയി ഓൾമോസ്റ്റ്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒക്ടോബർ ഫാം എന്ന് പറയുന്ന പേര് എന്തുകൊണ്ടാണ് ഇട്ടത് എന്നുള്ളത്. ഒക്ടോബർ എന്ന് പറയുന്ന മന്തിലാണ് ഞങ്ങളെ 3 പേരുടെയും ജനനം. അതുകൊണ്ട് ഞങ്ങള് ഒക്ടോബർ ഫാം എന്നിട്ടു ഈ പേജിന്. അതൊരു നല്ലൊരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നി. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഫുൾ ഫാമിലിയുടെ ബർത്ത്ഡേ ഒക്ടോബറിലാണ് വരുന്നത്. അപ്പോൾ ഒക്ടോബർ ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മന്താണ്. അതുകൊണ്ട് ഒക്ടോബർ ഫാം തന്നെ ഇടാമെന്ന് വിചാരിച്ചു പേജിൻ്റെ ഒരു പേര്. ഇത്രയാണ് ഞങ്ങളെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയും. പിന്നെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞായിരുന്നല്ലേ, ഞങ്ങൾ വീണ്ടും ഒരു പോളിട്ടു. പേഴ്സണൽ അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് അറിയാം, ഞങ്ങളെ ഷോർട്സ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞങ്ങൾ കുസൃതി ചോദ്യങ്ങളും ഫണ്ണായിട്ടുള്ള വീഡിയോസുമാണ് പൊതുവെ ഇട്ടുകൊണ്ടിരിക്കുന്നത്, ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും. അപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ കുറച്ചുകൂടെ ആൾക്കാരിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മളെ പറ്റി പറയാൻ പറ്റുന്നത് ഇതുപോലുള്ള ലോങ് വീഡിയോസിലൂടെയാണ്. ലോങ് വീഡിയോസിൽ ഞങ്ങൾ കുറച്ചുകൂടെ അധികം ഫണ്ണ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അപ്പം ആദ്യം നമുക്ക് കിട്ടിയ ഈ റെസ്പോൺസസിന് ഓരോരുത്തർക്കായിട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാം. അപ്പം ഓക്കെ, നമുക്ക് അതിലോട്ട് പോവാം. ഞാൻ ചായ കുടിക്കട്ടെ. ചായ ഒരു വികാരമാണ് ഗൈസ്. ചായ ഇല്ലാതെ പറ്റില്ല, തലവേദനിക്കൊന്ന്. ഇവിടുത്തെ ജർമ്മൻ ബ്രെഡാ. ഈ പണ്ടാരം കഴിച്ച് പല്ലിനൊക്കെ നല്ല ബലം വെക്കും. അങ്ങനെയൊന്നുമില്ല, സോഫ്റ്റ് ബെഡും ഉണ്ട്, ബ്രെഡും ഉണ്ട്. ഇത് വെള്ളത്തിൽ മുക്കിയിടണം. സോ ടെനിൽ ചോദിച്ചേക്കുന്നത് എക്സ്പെക്ടിങ് മോർ ഫണ്ണി ക്വസ്റ്റ്യൻസ് കാർത്തി എന്നാണ്. അയ്യോ, ഞാനല്ല ക്വസ്റ്റ്യൻ ചോദിക്കണം. എവളാണ് ക്വസ്റ്റ്യൻ ചോദിക്കണം. എവിടെ നിന്നൊക്കെയാണോ പുഴുങ്ങിക്കൊണ്ട് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവളാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരുപാട് പേര് വന്നിട്ട് നിരന്തരം ചോദിക്കുന്ന കാര്യമാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. എവിടുന്നാണ് എപ്പോൾ ഇട്ടാലും. എവിടുന്നെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റയിൽ തന്നെ ഉണ്ട്, പല പല അക്കൗണ്ടുകളിലായിട്ട് ഇതുണ്ട്. അപ്പം സെയിം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇൻസ്റ്റാഗ്രാം തന്നെ പുഷ് ചെയ്ത് ആ വീഡിയോ ഫീഡിൽ എത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പം എൻ്റെ ഫീഡിലോട്ട് എന്തുകൊണ്ടോ കുസൃതി ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ കയറി വരാറുണ്ട്. അപ്പം ഞാൻ അതിനെ എടുത്തിട്ട് പുള്ളിയോട് അലക്കും, അത്രേ ഉള്ളൂ. പുള്ളിയുടെ റിയാക്ഷൻസ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം പറ. പുള്ളിയുടെ എക്സ്പ്രഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും അതെന്തായാലും ഇഷ്ടമാവും. അതുകൊണ്ട് പുള്ളീനെ വിറ്റ് ഞാൻ ജീവിക്കുന്നു. എനിക്ക് എന്തായാലും ചിരി വരും പുള്ളീനെ കാണുമ്പോൾ. എന്താണെന്നറിയില്ല, അല്ല എക്സ്പ്രഷൻസ് കാണുമ്പോൾ എനിക്ക് ചിരി വരും. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫണ്ണി ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഇടുന്നുണ്ടാവും. എന്തായാലും എൻ്റെ ഫീൽഡിലോട്ട് വരും, ഞാൻ അത് പുള്ളിയുടെ ചോദിക്കും. വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. പിന്നൊരു പുള്ളിക്കാരി ചോദിച്ചതാണ് BTS ഫാൻ ആണോ. കൊറിയൻ ഡ്രാമാസ് ഞാൻ കാണാറുണ്ടായിരുന്നു പണ്ട്. ഇതെന്തുവാണെന്ന് BTS എന്ന് ഉദ്ദേശിക്കുന്നത് കാണാറില്ല. അത് മറ്റേ മ്യൂസിക് ആൽബം ഇറക്കുന്ന ഒരു ബാൻഡാ. അപ്പൊ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പക്ഷെ കൊറിയൻ ഡ്രാമാസിന്റെ ഒരു ഫാൻ ആയിരുന്നു. ഇങ്ങനെ ചത്തിരുന്ന് ഞാൻ കാണുമായിരുന്നു പണ്ട്. ലൈൻ അടിച്ചുകൊണ്ടിരുന്ന ലവ് ആയിരുന്ന സമയത്ത് ഞാൻ പുള്ളിയുടെ കോളും മെസ്സേജ് ഒന്നും കാണാറില്ല. പക്ഷെ അത് ഞാൻ പക്കായിരുന്നു. അത് ഭയങ്കര അഡിഷൻ ആയിരുന്നു എനിക്ക്. അങ്ങനെ കാണുമായിരുന്നു കേസ്. ഇപ്പം പക്ഷെ എനിക്ക് ഒരു അറിവുമില്ല അതിനെപ്പറ്റി. വേറൊരു പുള്ളിക്കാരി ചോദിച്ചേക്കുക, റീലിൽ മാത്രമാണോ ഇങ്ങനെ, അതോ റിയൽ ലൈഫിലും നിങ്ങൾ ഇതുപോലെ ഒരേ വൈബാണോ? ഇത് ആക്ച്വലി ഞങ്ങൾ ഈ റീല് എടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായത് തന്നെ
ഞങ്ങളുടെ ലൈഫിൽ സാധാരണ നടക്കുന്ന ജീവിതത്തിലെ പല സാഹചര്യങ്ങളും ചിരിക്ക് വകയുണ്ടാക്കുന്ന സാഹചര്യങ്ങളാണെന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നാൻ തുടങ്ങിയപ്പോഴാണ് ശരി എന്നാ ഇങ്ങനെ ചെയ്യാം എന്ന് ഒരു തീരുമാനം എടുത്തത്. അതായത് പുള്ളി തഗ്ഗിന്റെ ഉസ്താദാണ്. തക്കല്ല, ഇവള് എന്റെ വായിന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവള് ഓരോന്നും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, അതിനപ്പുറമായിരുന്നു ഒരു സപ്പോർട്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മൊമെന്റിൽ ഒരു വീഡിയോ കയറി അങ്ങ് വൈറലായി. അതിനുശേഷം ഒരുപാട് ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഫീഡ് വന്നിട്ട് എന്തോ നമ്മളെ റീലൊക്കെ അവർക്കൊരു ഭയങ്കര സ്ട്രെസ് റിലീഫാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത് കാണുന്ന പലർക്കും അറിയായിരിക്കും. അങ്ങനെ അപ്പം ഞങ്ങൾക്ക് അതൊരു പ്രചോദനമായി കൂടുതൽ വീഡിയോസ് ഇടാനായിട്ട്. അപ്പം ഞങ്ങൾ അതേ രീതിയിലുള്ള കുസൃതി ചോദ്യം അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ്, ഫണ്ണി ആയിട്ടുള്ള വീഡിയോസ് കൂടുതൽ ഇടാൻ തുടങ്ങി. അത് നമുക്ക് അങ്ങനെയാണ് ഇത്രയും ഒരു അക്സെപ്റ്റൻസ് വന്നത്. ആക്ച്വലി അത് നമുക്കൊരു നിങ്ങളുടെയൊക്കെ ഒരു മോട്ടിവേഷനാണ് അതിന് ഒരു പ്രധാന കാരണം. വേറൊരു പുള്ളിക്കാരി ചോദിച്ചേക്കുക, ആക്ച്വലി നിങ്ങളിൽ ആരാ ഈ ആനയും ഉറുമ്പും കോണ്ടന്റ് മുന്നിട്ട് വെച്ചത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. എല്ലാ കണ്ടന്റ് ഇവള് തന്നെ കൊണ്ടുവരുന്നത്. പക്ഷെ ആനയും ഉറുമ്പും എല്ലാ ക്വസ്റ്റ്യനിലും ഇല്ല, ഒരു 2-3 റീലിലാണ്. അത് കുറച്ച് പേര് ഞങ്ങളുടെ ഫോളോവേഴ്സ് ആണ് ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത് കേട്ടോ. കുറച്ചൊക്കെ ഈ ആനയും ഉറുമ്പിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഫോളോവേഴ്സ് ഞങ്ങൾക്ക് അയച്ചു തരാറുണ്ട്. ഞങ്ങളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് ഇതുപോലെ പുള്ളിയെ കൊണ്ട് റിയാക്ഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി എനിക്ക് പേഴ്സണലി ക്വസ്റ്റ്യൻസ് അയച്ചു തരും. അപ്പൊ അതിലുണ്ടായിരുന്നു ആനയും ഉറുമ്പിന്റെ ഒക്കെ. ഞാൻ അത് പുള്ളിയെടുത്ത് അലക്കും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഞങ്ങളെ ലവ് സ്റ്റോറി അറിയണമെന്നുള്ളത്. അത് ഞങ്ങള് വേറൊരു വീഡിയോ ആയിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യും. അത് വരുന്നുണ്ട് ഗൈസ്, വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഇതിനിടയിൽ ഒരാള് ഒരു കുസൃതി ചോദ്യം, അടുത്തൊരു കുസൃതി ചോദ്യമാണ് ഒരാൾ ചോദിച്ചേക്കണം. ഇതിന്റെ ആൻസർ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലായ്പ്പോഴും ഞാൻ തന്നെ വിക്ടിം. ഇതിന്റെ വീഡിയോ ഈ ക്വസ്റ്റ്യൻ വരുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം എൻ്റെ വീട്ടിലാണ് വരുന്നത്. ഞാൻ ഇതിന്റെ ആൻസർ എനിക്കറിയാം. ഒന്ന് മെസ്സിയും റൊണാൾഡോയും കൂടി ഒരു മരുഭൂമിയിലൂടെ നടന്നു വരുമായിരുന്നു. അപ്പൊ റൊണാൾഡോയുടെ കാലിൽ പെട്ടെന്നൊരു മുള്ളു കൊണ്ടു. അപ്പം അവിടെ ആണെങ്കിൽ വേറെ ഒന്നുമില്ല, ഇവരുടെ കയ്യിലൊന്നുമില്ല. പക്ഷെ മെസ്സി റൊണാൾഡോനെ ഭേദാക്കും. ഇല്ല, ഒന്നുമില്ല അവരുടെ കയ്യില്. മരുഭൂമിയില അവരുടെ കയ്യിൽ ഒന്നുമില്ല. ഭേദമാക്കും. കുറച്ച് മണൽ വാരി പൊത്തിയോ? അല്ല, പിന്നെ മണൽ വാരി പൊത്തിയാ ഭേദാവോ? പിന്നെ അല്ലാതെ മരുഭൂമിയില് തുണി വല്ലതും ഇല്ല. എനിക്കറിയാൻ പാടില്ല, നീ പറ. അതായത് കൊല്ലരുത്, മെസ്സി കുറച്ച് ദൂരെ പോയി നിൽക്കും. അപ്പൊ മെസ്സി ഫാർ ആവൂലേ, ഫാർമസി ആവും. അപ്പൊ അവിടുന്ന് മരുന്ന് വാങ്ങിച്ച്. ഇതൊക്കെ ആര് പടച്ചു വിടുന്ന ദൈവമേ. ഇതിനൊക്കെ ഒരു സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റി വേണം. നിന്നെ അവിടുത്തെ എച്ചോടി ആക്കണം. അതാണ്. മീനാക്ഷിയാണ് ചോദിച്ചേക്കണേ. മീനാക്ഷി അടുത്ത് നിന്റെ അടുത്ത് സ്പെസിഫിക്കലി ഒരാൾ ചോദിച്ചേക്കുന്നു, ശ്രീപ്രിയ പട്ടത്ത്, നല്ല പണിക്കുമ്പോ കൂടെയെന്ന്. പണിക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ പണി കഴിഞ്ഞിട്ടുള്ള ഇടവേളകളിലാണ് ഞങ്ങൾ ഇത് പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോ പണിയും കൂടി ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ നിങ്ങൾ വെറുപ്പിച്ചേനെ. ഇത് ഡെയിലി ഒരു 10 റീല് വെച്ച് വന്നേനെ. വേറൊരാള് ചോദിച്ചേക്ക, ഒരു ഡുവറ്റ് സോങ് അല്ലെങ്കിൽ ഡാൻസ് വീഡിയോ. ഡുവറ്റ് സോങ് ശരിയാക്കി തരാം. ഗുജറാത്തി കട്ടല കെട്ടിയ മണവാട്ടി പെണ്ണാണു നീ. പഞ്ചാബി ഇതാണ് അവസ്ഥ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുള്ളി നല്ലോണം പാടിയോ ഗൈസ്? എന്താന്നുള്ളത് പറയിക്കോട്ടോ. വേറൊരു പുള്ളിക്കാരൻ ചോദിച്ചേക്കുക, വിരല് മുറിയുമ്പോ കണ്ണ് കരയും, കണ്ണ് കരയുമ്പോ കൈ കണ്ണുനീർ തുടച്ചു കൊടുക്കും. വിരല് മുറിയുമ്പോ കണ്ണ് കരയോ? എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇതൊരു കവിതയാണോ പുള്ളി ഉദ്ദേശിച്ചത് അതോ ക്വസ്റ്റ്യൻ ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. സോ എന്താന്നുള്ളത് അറിയില്ല. വിരല് മുറിയുമ്പോൾ കണ്ണ് കരയും, കണ്ണ് കരയുമ്പോൾ കൈ കണ്ണുനീർ തുടച്ചു കൊടുക്കും.
ബ്രോ ഇതിന്റെ ആൻസർ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അറിഞ്ഞൂടാ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ഉം. പിന്നെ അടുത്ത് അഭിരാമി ചോദിച്ചേക്കുക, എങ്ങനെയാണ് ഇത്രയും ഹാപ്പി ആയിട്ട് പോകുന്നത്? ലവ് മാരേജ് ആണോ? റിപ്ലൈ തരണേ, ലവ് ഫ്രം ആലപ്പുഴ. എങ്ങനെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഹാപ്പി ഒന്നുമല്ല, ടു ബി ഓണസ്റ്റ്. എപ്പോഴും ഹാപ്പി ഒന്നുമല്ല. സാധാരണ കുടുംബങ്ങളിലുള്ളതുപോലെയും സാധാരണ റിലേഷൻഷിപ്പിലുള്ളതുപോലെ അടിയും വഴക്കമൊക്കെ ഉണ്ട്. സ്ഥിരം ആയിട്ട് അടിയും വഴക്കം ഇല്ലെന്നേ ഉള്ളൂ. അല്ല, സ്ഥിരമായിട്ട് അടിയും വഴക്കം ഇല്ലെന്നേ ഉള്ളൂ. എന്തെങ്കിലും അടിയും വഴക്കും പ്രശ്നങ്ങളും, ഐ മീൻ അടിയും വഴക്കം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അല്ല കേട്ടോ, ഐ മീൻ വാക്ക് തർക്കങ്ങൾ, അങ്ങനെയുള്ള പിണക്കങ്ങൾ ഇതെല്ലാം ഉണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞങ്ങളത് സോൾവ് ആക്കിയിട്ടേ കിടന്നുറങ്ങുള്ളൂ. അപ്പോൾ ഐ മീൻ അത് ഒന്നല്ലെങ്കിൽ സംസാരിച്ച് തീർക്കും, അല്ലെങ്കിൽ ഒന്ന് കൂൾ ഓഫ് ആവാനുള്ള ഒരു ടൈം രണ്ടുപേർക്കും കൊടുക്കും, എന്നിട്ട് അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളൂ. അല്ലാതെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഒരു കപ്പിളും എനിക്ക് തോന്നുന്നില്ല ഈ ലോകത്തൊരു കപ്പിളും കാണൂല. ഇതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം. പൃഥ്വിരാജ് പ്രേമ എന്റെ മുതുകിന്റെ താഴെ ഒരു വെട്ടിയ പാടുണ്ട്. കേസ് വരുവാ അത് പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞ. അടുത്തൊരാൾ ചോദിക്കുക, ഒരു ഫിലിമിലെ 2 ക്യാരക്ടേഴ്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തൊക്കെ ആയിരിക്കും? ഞാൻ പറക്കുന്ന കളിയിൽ ഹരിശ്രീ അശോകനും ഇവള് ആ എലിയും. അത് കറക്റ്റായിരിക്കും. ഒരിക്കലും പിടി തരാത്ത എലി. ഇങ്ങനെ ഇരിക്കണം, കേട്ടാ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എലിയോ അത്ര. ഈ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കണേ. അത് നമ്മുടെ ബാലരമകാരെ ഒന്ന് അപ്രോച്ച് ചെയ്തായിരുന്നു. പിന്നെ കളിക്കുടുക്കയുടെ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അവരും അപ്രോച്ച് ചെയ്തു. ഇപ്പം ഏത് വേണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. മിക്കവാറെല്ലാം കൂടെ എടുത്ത് കൊട്ടയിലെറി. ഹൗ സ്റ്റുഡന്റ് ലൈഫ് ഇൻ ഡച്ച്ലാൻഡ്? അമ്മേ ഓർമ്മിപ്പിക്കല്ലേ. വല്ല വിധനെ ഞങ്ങള് കംപ്ലീറ്റ് ചെയ്തോണ്ടിരിക്കണു. ഇച്ചിരി പാടാണ്. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിൽ ഞാൻ ഹോക്ഷുള്ളയിലാണ് പഠിക്കുന്നത്, പുള്ളി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. പുള്ളിക്ക് നല്ല പാടാണ്, എനിക്ക് കുഴപ്പമില്ല. എന്തായാലും ഇങ്ങനെ പോകും. ഡിപ്പെൻസ്, കോഴ്സ് അനുസരിച്ചിരിക്കും. അത് അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ചിലർക്ക് ഓക്കെ ആയിരിക്കും, ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കോഴ്സുകളായിരിക്കും എടുക്കുന്നത്. എന്തായാലും പക്ഷേ കമ്പാരിറ്റീവ്ലി സ്റ്റാൻഡേർഡ് വളരെ നല്ലതാണ്. ഐ മീൻ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് വളരെ നല്ലതാണ്. ഇപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യണം എന്നുള്ളവർക്ക് നല്ലൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി, റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലേക്ക് മോസ്റ്റ് വെൽക്കം. നല്ല നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്, നല്ല നല്ല കോഴ്സുകളുണ്ട്. പക്ഷെ പഠിക്കാൻ അതുപോലെ പാടാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നോക്കിയെടുക്കണം. ഏജൻസികളിൽ പോയിട്ട് തട്ടിപ്പിനൊന്നും വരിക. എന്തെങ്കിലുമൊക്കെ കോഴ്സൊക്കെ എടുത്ത് തലയിൽ വെച്ച് തരും. അങ്ങനെയല്ല, നോക്കി നല്ലത് നോക്കി സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ആപ്ലിക്കേഷൻസ് ഒക്കെ. അങ്ങനെ ചെയ്ത് വരാനായിട്ട് നോക്കുക, താല്പര്യമുള്ളവർക്ക്. കുറച്ച് പാടാണ്. സ്റ്റുഡന്റ് ലൈഫ് മൊത്തത്തിൽ നോക്കുമ്പം നമുക്ക് പഠനവും നോക്കണം, ജോലി ഉണ്ടെങ്കിൽ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റൂ. യുകെയിലും കാനഡയിലുള്ള സ്റ്റുഡൻസിനും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഓട്ടം കുറച്ച് ബുദ്ധിമുട്ടാണ്. നാട്ടില് ഭയങ്കര സുഖത്തിലിരുന്നിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒന്ന് പെട്ടുപോകും. ഭയങ്കര കംഫർട്ടൊന്നും ആയിരിക്കത്തില്ല. കംഫർട്ടുള്ള പണിയുമല്ല പാർട്ട് ടൈം. വളരെ റെയറായിട്ട് അത്രയും സുഖമുള്ള പണിയൊക്കെ കിട്ടുള്ളൂ തുടക്കത്തിലൊക്കെ. അപ്പം ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ട് വരിക. ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റാണ്. ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാർ വേറെയുണ്ട്. അപ്പോൾ ബെറ്റർ അവരോടൊക്കെ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിനെപ്പറ്റി നല്ല വീഡിയോസ് ഉണ്ട് ഇഷ്ടം പോലെ അവൈലബിൾ. ഇതിന്റെ പുറത്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടന്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരാൾ ചോദിച്ചേക്കുക, ചേച്ചീനെ എങ്ങനെ സഹിക്കുന്നു? അതൊരു കലയാണ്. ഞാൻ അതിനു വേണ്ടി എന്തോ ചെയ്യണേ? ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ കുരുത്തക്കേടുകൾ, ചില കയ്യിലിരിപ്പുകൾ എടുത്ത് കണക്ട് ചെയ്യണം തോന്നും. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കണം. കണക്ട് ചെയ്യണം തോന്നും, പക്ഷെ കണക്ട് ചെയ്യരുത്, അകത്തു പോകും. അല്ലേ? കിണറിവിടെ ഇല്ല, അത് വേറെ കാര്യം. കാർത്തി ബ്രോ പാട്ട് പാട്, പുതിയ ചളികളും പാട്ടുകളും ഒക്കെ ലോഡിങ് ആയിരിക്കും അല്ലേ എന്നാണ്. നിങ്ങൾക്ക് എന്തിനാ എന്നോട് പാടാൻ പറയണേ? ഞാൻ ബാത്റൂമിൽ പോലും പാടാറില്ല. എന്റെ സൗണ്ട് കേട്ടിട്ട് ഞാൻ തന്നെ പേടിച്ചു എന്ന് വിചാരിച്ചിട്ട്. അത് ചുമ്മാ പാടും, ചെറുതായിട്ട് പാടും ഞാൻ. ചിക്കൻ ഡ്രിങ്ക് ഹോട്ട് വാട്ടർ, വുഡ് ഇറ്റ് ലേ ബോയിൽഡ് എഗ്സ്? ഹോട്ട് വാട്ടർ ആദ്യം ചിക്കൻ കുടിക്കോ? പിന്നെ എങ്ങനെ? നീ ഒഴിച്ചു വെച്ചൊരു സ്ട്രോ വെച്ച് കൊടുത്താൽ കുറിഞ്ഞേ കുടിച്ചോളൂ.
ബോയിൽഡ് എഗ് ആയിട്ട് വരില്ല, അത് നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ചൂടനുസരിച്ചിരിക്കും. അത്യാവശ്യം കുറച്ച് ടെമ്പറേച്ചർ കുറവുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ മറ്റേ മാട്ടിയ മുട്ടയില്ല അതുപോലെ കിട്ടുമോ. അതിങ്ങനെ വീണ ഉടനെ നമ്മളെടുത്ത് ഇങ്ങനെ അറ്റം തട്ടിപ്പൊട്ടിച്ച് നേരെയും കുടിക്കാവുന്നതാണ്. നല്ല തിളച്ച വെള്ളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നല്ല ഫുൾ ബോയിൽഡ് എഗ് ആയിട്ട് കിട്ടുമായിരിക്കും. ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ, അത് സൂക്ഷിച്ച് കൊടുക്കണം. അടുത്തൊരു പുള്ളിക്കാരി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എനിക്കതിൻ്റെ ആൻസർ അറിയില്ല, അതുകൊണ്ട് നീ ചോദിക്കുന്നില്ല. മിടുക്കി. അത് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, പുള്ളിക്കാരി ആൻസർ ഇടട്ടെ. ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ വായിച്ചു. പുലി ഉണ്ടായിരുന്നു, പുലിക്ക് ആടിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഒരു ദിവസം പുലി ആടിനെ മേടിക്കാൻ പോയിട്ട് അപ്പോൾ അവിടുത്തെ ആടിന് ഭയങ്കര റേറ്റായിരുന്നു. എന്നിട്ടും പുലി ആടിനെ മേടിച്ചു, എന്തുകൊണ്ട്? പുലിക്ക് ആടിന് ഇഷ്ടമായിരുന്നതുകൊണ്ട്. എനിക്കറിയില്ല ഗൈസ്, അതാണോ ചളി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ, അപ്പൊ ചളിയായിരിക്കും ആൻസർ, ലോജിക്കൽ തിങ്ക് ചെയ്യല്. അത് മാത്രം എന്നെ കൊണ്ട് പറ്റുന്നില്ല. അറിയില്ല. അപ്പം വർഷയാണ് ചോദിച്ചേക്കണത്. വർഷ ഇതിനൊന്ന് കമന്റ് ഇട്ട് തരണം, അല്ലെങ്കിൽ പേഴ്സണലി എന്നെ അറിയിച്ചാലും മതി, ഞാൻ വേറൊരു വീഡിയോയില് ഇതിന്റെ താഴെ ഇട്ടോ. ഗോപികയുടെ ബലിത ബിന്ദുക്കൾ എന്ന് പറഞ്ഞൊരു ബുക്ക് പ്രകാശനം ചെയ്തൂടെ? ആലോചിക്കാവുന്നതാണ്. എന്നെ ആരെങ്കിലും സമീപിക്കട്ടെ, പബ്ലിഷേഴ്സ്. വേറൊരു പുള്ളിക്കാരി ചോദിച്ചേക്കുക, 2 കൊതുകൾ എന്ന് മൂളാതെ ഷാബ ഷാബ എന്ന പാട്ട് പാടി, പക്ഷെ കൊതുക് മരിച്ചുപോയി, ചത്തുപോയി. കുസൃതി. നീ തന്നെ പറ. നീ പറഞ്ഞോക്ക്, ഗസ്. എനിക്കറിയാൻ പാടില്ല. അതായത് രമണ, ഷാബ ഷാബ ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. ഹിറ്റ് അടിച്ച് കൊതുക് മരിച്ചു. വെറുതെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാനേ പോരുത്. വെറുതെ അത് എത്ര പേര് കമന്റിലൂടെ എന്നെ അറിയിക്കണുണ്ട്. നീ എന്തായാലും ലോജിക്കലി തിങ്ക് ചെയ്യോളൂ. കിട്ടില്ല. ചെയ്യാം ഗൈസ്. പുള്ളിക്ക് എങ്ങനെ ഹിറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്, ഹിറ്റ് അടിച്ച് കൊന്നു. ഓക്കെ, സിനിമയിൽ എന്ന് കാണും കൊച്ചിനെ എന്നാണെന്ന് തോന്നുന്നു. കൊച്ചിനെ എന്നെയാണോ ഉദ്ദേശിച്ചത്? ഈ കൊച്ചിനെയാണോ ഉദ്ദേശിച്ചത്? കിച്ചുനെ. ഷീമോൾ. കിച്ചുനെ എന്താണ് ഉദ്ദേശിച്ചത്? കൊച്ചിനെ എന്നാണോ എന്നെ എന്നാണോ എനിക്കറിയില്ല. നീ ആ സിനിമ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പോലും പോയേക്കരുത് കേട്ടല്ലോ. എന്ത് കുഴപ്പം? എന്ത് എനിക്ക് ഈ സിനിമ കാണുന്നത് സിനിമാക്കാരെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. നശിപ്പിക്കരുത്. കുറച്ച് കമൻസ് ഒക്കെ എടുത്ത് ലൈവ് റിപ്ലൈ കൊടുത്തൂടെ എന്നാണ് ഫീലു ചോദിച്ചേക്കുന്നത്. കമൻസിന് റിപ്ലൈ കൊടുക്കുന്ന പരിപാടി തുടങ്ങണം. കാരണം അതൊരു ഫണ്ണി പാർട്ടാണ്. ഫണ്ണി ആയിട്ടുള്ള കമൻസിന് എടുത്തിട്ട് ഞങ്ങൾ നല്ല റിയാക്ഷൻ വീഡിയോ പോലെ റിപ്ലൈ കൊടുക്കാം, ശ്രമിക്കാം. അങ്ങനെ ഒരു പരിപാടി നോക്കണം. അതൊരു ട്രെൻഡിങ് ആയിട്ടും പുള്ളിയെ കൊണ്ട് പറ്റുന്നതുമായിട്ടുള്ള പരിപാടിയാണ്. എന്റെ മണ്ടക്കോട് എന്റെ നെഞ്ചത്തോട്ട് പോയി നീ കഴിവേ ആണ്, കഴിവേ ഏറെ ഉള്ളവനാണ്. അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കും. വേറൊരു പുള്ളിക്കാരി ചോദിച്ചേക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ ഡെയിലി വ്ലോഗ് ചെയ്യാത്തെ? പുട്ടിന്റെ ഇടയിൽ നാളികേരം ഇടുന്ന പോലെ നമ്മുടെ ഷോർട്സ് പോന്നോട്ടെ, സജഷൻ എന്നാണ് പറയുന്നത്. അല്ലാതെ ശരിക്കും സമയമില്ലാത്തതുണ്ടോ കേട്ടോ. സമയം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ വീഡിയോസ് ചെയ്തേനെ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തീരെ സമയമില്ലാത്തത് കൊണ്ടാണ്. മാത്രമല്ല കുറച്ച് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് വീഡിയോസ് അധികം ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടാൻ പറ്റും. വ്ലോഗ്സ് എന്നൊക്കെ പറയുമ്പം ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആയതുകൊണ്ട് എപ്പോഴും ഒരാൾ ചിലപ്പോൾ ഇവിടെ കാണില്ല, അയാൾ പോവും. പിന്നെ അതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ പോകുന്നതാണെങ്കിൽ നമ്മളത് ഒരു വീഡിയോ ആക്കിയൊക്കെ ഇടാൻ നോക്കാം ഇടയ്ക്കിടയ്ക്ക്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈവനിങ് ടൈം സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വരികയാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സമയം എടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കാം. അതൊക്കെ അടുത്തടുത്തുള്ള വീഡിയോസിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. വേറൊരു പുള്ളിക്കാരൻ ചോദിച്ചേക്കുക, ലാലു എ സെബാസ്റ്റ്യൻ, ഒരു ടൈം മെഷീൻ കിട്ടിയാൽ ഭൂതകാലത്തേക്ക് പറക്കോ അതോ ഭാവി കാലത്തേക്ക് പറക്കോ? ഭാവി കാലത്തോട്ട് പറഞ്ഞിട്ട് എന്തോന്ന് പെട്ടെന്ന് ചാവാന്? ഭൂതകാലത്തേക്ക് പറക്കും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം
നമുക്ക് നമ്മളെടുത്ത കുറേ തീരുമാനങ്ങൾ മാറ്റാം. ഐ മീൻ നമ്മളിപ്പം കുറേ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയി. ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക, അല്ലെങ്കിൽ ഇന്ന ഡിസിഷൻ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഔട്ട്കം വരിക എന്ന് അത് നമുക്ക് ശരിയാണ്. മനസ്സിലായി. ഞങ്ങൾ ഈ വീഡിയോ ക്രിയേഷൻ, കോണ്ടന്റ് ക്രിയേഷൻ കുറച്ച് 5 വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ തുടങ്ങിയിരുന്നെങ്കിൽ, കോവിഡ് സമയത്ത് തുടങ്ങിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഉം. അത് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് ഒന്നേന്ന് ഉം. തുടങ്ങും. നേരത്തെ തുടങ്ങും. അന്നേ ചളി വാരി എറി. നല്ല ക്വസ്റ്റ്യൻ ആക്ച്വലി. അതെ. ഇതാണ് നമ്മുടെ കുഞ്ഞുമണി കുഞ്ഞുമണി ഇഷ. ഇഷ ബേബി. എന്താണ് മോളെ വീഡിയോസിൽ കാണിക്കാത്തതെന്ന് കറക്റ്റ് ടൈമാണ് ക്വസ്റ്റ്യൻ വന്നേക്കണേ. ഇതായിരിക്കുന്നു. മറ്റേ വീഡിയോസ് എടുക്കുമ്പോഴത്തേക്ക് യൂഷ്വലി പുള്ളിക്കാരി കുറച്ച് ക്യാമറ ഷൈ ആയിട്ടൊക്കെയാണ് കാണിക്കാറ്. ഇന്നിപ്പോൾ എന്തോ നേരെ ഇരിക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ അവളെ വെച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി വിളിക്കുമ്പോഴത്തേക്കും അവള് വരത്തില്ല, ക്യാമറ നോക്കി സംസാരിക്കത്തില്ല, അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ചിപ്സ് ഇരിക്കുന്ന കണ്ടിട്ടാണോ എന്തോ ഇവിടെ ഇരുന്ന് ഇനി വരുമെന്ന് പറ വീഡിയോസിലേക്ക് ക്യാമറയിൽ വരുമെന്ന് പറ. വരൂലെന്ന്. വരും. വരും എന്ന് പറ. ഹൗ ആർ യു ടോളറേറ്റിംഗ് ഹെർ ക്വസ്റ്റ്യൻസ് കാർത്തി? ടോളറേറ്റ് ചെയ്യാൻ എന്താ, ഇതൊക്കെ രസമല്ലേ? ഇതൊക്കെ ഇല്ലെങ്കിൽ എന്ത് ജീവിതം അല്ലേ മോള്? എന്നെ സഹിക്ക, കെട്ടിപ്പോയില്ലേന്ന്. അമ്മയുടെ ക്വസ്റ്റ്യൻസിനെ പറ്റി അറിയാമോ നിനക്ക്? പിന്നെ പുള്ളിക്കാരി ഒരു മാളു ആതിര, പുള്ളിക്കാരി ചോദിച്ചേക്കുക, ഇഫ് യു വെർ എ ടോക്കിംഗ് അനിമൽ വാട്ട് സ്പീഷീസ് വുഡ് യു ബി ആൻഡ് വാട്ട് വുഡ് ബി ആൻ അനോയിങ് തിങ് യു വുഡ് സേ ഓൾ ദ ടൈം? നമ്പർ ഇത്തിരി കടുത്ത ക്വസ്റ്റ്യൻ. സ്പീഷീസ് ഞാൻ ബേർഡ് ആവും. അതിൽ തന്നെ ഞാൻ മയിലാകും. മയിൽ. എന്നിട്ട് ഞാൻ എപ്പോഴും ഞാൻ സുന്ദരിയാ എന്ന് പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ മയിലിന്റെ പെൺമയിൽ അത്ര സുന്ദരിയല്ല. ഞാൻ പെൺമയിലാവുമല്ലോ, അപ്പൊ ഞാൻ സുന്ദരിയാന്ന് പറഞ്ഞോണ്ടിരിക്കും സ്വയം. നീ വാട്ട് ആനിമൽ ഐ വുഡ് ബി? ഇത് ഞാൻ പറയും എരുമ, കാട്ടുപോത്ത്, വയനാട്ട് തൊലിക്കട്ടി. അതെ, കാട്ടുപോത്ത്. എന്നിട്ട് എന്തോ പറഞ്ഞോണ്ട് നടക്കും. നീ സുന്ദരിയല്ലോ. ബാക്കിയുള്ള അനിമൽസ് നടി വാങ്ങാൻ. ബ്രോ ചളി കേട്ട് മടുത്തില്ലേ? ഇല്ല, മടുക്കൂല. ഒരിക്കലും കായ്ക്കാത്ത മരം ബിസ്മി ചോദിച്ചേക്കുക. ഒരുപാട് മരം കാണുമല്ലോ. അമരം, ഭ്രമരം, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാവുന്നുള്ളത്. വേറെന്തെങ്കിലും ആണെങ്കിൽ കമന്റിൽ പറയട്ടോ. വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് വെച്ചേക്കുക, ഞാൻ നിങ്ങളോടൊപ്പം ഓടുന്നു, കാലില്ല എന്ന് കരുതി ഞാൻ നടക്കാറില്ല. ഈ നിഴലാണോ ഉദ്ദേശിച്ചേ? കാലില്ല എന്ന് കരുതി ഞാൻ നടക്കാറില്ല. ക്ലോക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടൈമായിരിക്കും ചിലപ്പോൾ. പൈത്തൺ ആൻഡ് മെഷീൻ ലാംഗ്വേജ് പഠിക്കാൻ ഒരു വഴി പ്ലീസ്, ഒരാൾ ചോദിച്ചേക്കുക. എൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല, പുള്ളിയാണ് അതൊക്കെ പഠിക്കുന്നത്. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചോ, ടിപ്സ് പറഞ്ഞുതരും. എന്തിനാണ് അതിവിടെ ചോദിക്കേണ്ട കാര്യം? എന്തിനാണ് പന്നി ഇപ്പൊ പറഞ്ഞത്? അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരേ സ്വഭാവം കിട്ടി? ഒരേ സ്വഭാവമല്ല, ഒരേ സ്വഭാവമേ അല്ല, നിങ്ങൾ തമ്മിൽ എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ട്. അതാണ് അതിന്റെ ബ്യൂട്ടി. അതാണ് അതിന്റെ ബൂട്ടി. അതെ, അതാണ് എന്റെ ബൂട്ടി എന്ന് പറഞ്ഞാൽ. ഒരേ സ്വഭാവമായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. ഒരേ വൈബിൽ പോയി കഴിഞ്ഞാൽ രസമില്ല. കോംപ്ലിമെന്ററി ആയിരിക്കണം ഭാര്യയും ഭർത്താവും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഐ മീൻ, എനിക്കുള്ള കുറവുകൾ ഭാര്യ നികർത്തണം, ഭാര്യക്കുള്ള കുറവുകൾ ഭർത്താവ് നികർത്തണം. അപ്പോൾ അതൊരു കോംപ്ലിമെന്ററി നേച്ചറിൽ പോയാലേ നമ്മളൊരു ബാലൻസ് ഉണ്ടാവുള്ളൂ, അല്ലേ? ഇവള് വിചാരിക്കുന്നത് നീ എന്ത് തേങ്ങയുടെ പറയണേ. തിരിച്ച് പണ്ടാരടങ്ങിയ നിങ്ങളുടെ തന്നെ ഒരു റീൽ ഏതാ? എനിക്ക് മറ്റേ ആ തലഴുന്ന സാധനം എടുത്തൊരു പറ്റിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അതെനിക്ക് ഇഷ്ടമാണ്. പിന്നെ കൊതുകിന്റെ വീഡിയോ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ നല്ലോണം ചിരിക്കുന്ന ഒരു മറ്റേ KGF പോലെ ഒരു ഡയലോഗ് പറയാൻ ശ്രമിച്ചിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിനക്ക് അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം, ഈ പറഞ്ഞ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കൊതുകിന്റെ വീഡിയോ, അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു.
നീ കാട്ടാക്കട എവിടെ ഉള്ളതാടെന്ന് ചോദിച്ചിട്ടുണ്ട്. കാട്ടാക്കട എവിടെ ഉള്ളത് നീ? കാട്ടാക്കട അടുത്ത് തന്നെ ഞങ്ങളെ നീ വീട്. നീ കാട്ടാക്കട എവിടെ ഉള്ളത്? കാട്ടാക്കട എവിടെ ഉള്ളത് നീ? കാട്ടാക്കട ഒരു ചന്ദ്രനെ അറിയാമോ? പട്ടാളത്തിലുള്ള ചന്ദ്രനെ അറിയോ? പട്ടാളത്തിലുള്ള ഒരു ചന്ദ്രമാമനെ അറിയോ നിനക്ക്? അറിയോ? അറിയോ? അറിയാം കുട്ടിക്ക് അറിയാം. ഓക്കെ. ഒരു ചെവി കേൾക്കാത്ത ചെറുക്കനെ നമ്മൾ എന്ത് വിളിക്കും? പേര് പറഞ്ഞു വിളിക്കും. ചെവിയാക്കാത്ത ചെറുക്കനെ എന്തും വിളിക്കല്ലോ, അവന് ചെവി കേൾക്കില്ലല്ലോ. ഓ അതാണ് ആൻസർ. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ക്വസ്റ്റ്യൻ അയച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. വീണ്ടും നിങ്ങളെ സഹകരണം ഇവിടെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോ ബൈ 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 ബൈ.